സർക്കിൾസിൽ എക്സസൈസ് 10.4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേറൊരു മെത്തേഡിൽ പറഞ്ഞു തരികയാണ്. അതായത് അതിൽ ഒരു ഡൗട്ട് വന്നു. AM എന്നുള്ളത് പെർപെൻഡിക്കുലർ, ഞാൻ അതിൽ AB എന്നായിരുന്നു കോഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ AM പെർപെൻഡിക്കുലർ എന്ന് പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിതൊരു വേറെ മെത്തേഡിൽ പറഞ്ഞുതരാം. അതായത് ഇവിടെ 2 സർക്കിൾസ് ഓഫ് റേഡിയസ് 5 സെന്റിമീറ്റർ ആൻഡ് 3 സെന്റിമീറ്റർ. ചെറിയ സർക്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ. ഇന്റർസെക്ട് അറ്റ് 2 പോയിന്റ്സ്. ഇന്റർസെക്ട് ചെയ്യുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദർ സെന്റേഴ്സ്. രണ്ട് സർക്കിളിന്റെ സെന്റേഴ്സിന്റെ ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോമൺ കോഡ് PQ. ഇവിടെ കോമൺ കോഡ് PQന്റെ ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഇതിന് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ബൈസെക്ട് ചെയ്യല്ലോ. സെൻറ്ററിൽ നിന്ന് ഒരു കോഡ്, അതായത് സെൻറ്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഈ കോഡിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ആ കോഡിനെ ബൈസെക്ട് ചെയ്യും. നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇതിനെ നമുക്ക് 3 + 3 6 എന്ന് പറയാം. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് എന്ത് പറയാം? ഗിവൺ ഇല്ലെങ്കിൽ ലെറ്റ്. നമ്മളിവിടെ നമ്മളായിട്ട് വരയുന്നതാണല്ലോ. അപ്പോൾ ലെറ്റ് O and O dash be the centers of 2 circles of radii 5 centimeter and 3 centimeter. അതായത് O 5 സെന്റിമീറ്റർ ഉള്ള സർക്കിളിന്റെ സെന്റർ, O dash എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ഉള്ള സർക്കിളിന്റെ സെന്റർ. Let O and O dash be the centers of 2 circles of radii 5 centimeter and 3 centimeter respectively. And let PQ be the common chord. PQ ആണ് കോമൺ കോഡായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ PQയുടെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ ഇതിൽ അതായത് ഇത് 5 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ. O dash P എന്ന് പറയുന്നത് ചെറിയ സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പോൾ O dash P എന്ന് പറയുന്നത് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. അതുപോലെ OP എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ്, അത് 5 സെന്റിമീറ്റർ. പിന്നെ സെന്റേഴ്സ്, രണ്ട് സർക്കിളിന്റെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വലിയ സൈഡ്, ഇതൊരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിന്റെ വലിയ സൈഡിന്റെ സ്ക്വയർ 5 സ്ക്വയർ എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ സ്ക്വയറിന്റെ സമ്മിന് ഈക്വൽ ആയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ പൈതഗോറസ് തിയറം ശരിയായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ കോൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റും. സാധാരണ നമ്മൾ എങ്ങനെ എടുക്കുക? ആ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ റൂൾ കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി തിരിച്ച് പറയുന്നത്, അതായത് കോൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ 25 ആണ് 5 സ്ക്വയർ. ഇതെന്ന് പറയുന്നത് 9 + 16. 9 + 16 എന്ന് പറയുന്നത് 25. അപ്പോൾ ഈക്വലായിട്ട് കിട്ടിയത് കൊണ്ട് therefore O dash P, അതായത് ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. O dash P ഈക്വൽ ടു 90 ഡിഗ്രി ബൈ കോൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം. കോൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം എന്ന് പറയാം. അപ്പോൾ ആ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ എന്താ? ഇത് പെർപെൻഡിക്കുലർ ആയി, PQന് പെർപെൻഡിക്കുലർ ആയി. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? therefore O dash perpendicular to PQ. അപ്പോൾ PQനെ എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. perpendicular drawn from the center of a circle to the chord. From the center of a circle to the chord, bisect the chord. അങ്ങനെ പറയാം, bisect the chord. Perpendicular drawn from the center of a circle to the chord, bisect the chord. Bisect ചെയ്യുകയാണെങ്കിൽ O dash P ഈക്വൽ ടു O dash Q എന്ന് വരും. അതായത് O dash P ഈക്വൽ ടു O dash Q എന്ന് കിട്ടും. ഇവിടെ O dash P യും O dash Q എന്താണ്? 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയി. ഇത് 3 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ. therefore length of PQ equal to
പി ക്യു എന്ന് പറയുന്നത് എന്താ, ഒ ഡാഷ് പി പ്ലസ് ഒ ഡാഷ് ക്യു ആണ്. 3 + 3 എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ. ഏത് മെത്തേഡ് ചെയ്താലും കുഴപ്പമില്ല. ഇതിൽ നമ്മൾ ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം പറയുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. ആ ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.